നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള താരമാണ് സൂര്യ. കഥാപാത്രത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ചുരുക്കം ചില നടിമാരിൽ ഒരാളും കൂടിയാണ്. വാർനായിരം, ആയുധസ് എഴുത്ത്, ഗജിനി, സുരൈ പോട്രെ, ജയ് ഭീം തുടങ്ങി നടൻ ചെയ്ത സിനിമകളുടെ വലിയൊരു നീണ്ട ലിസ്റ്റ് തന്നെ സൂര്യ എന്ന നടനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരും. പരിഹാസങ്ങളെ അടിത്തറയാക്കിയാണ് നടൻ എന്ന രീതിയിൽ തൻ്റെതായ സാമ്രാജ്യം സൂര്യ കെട്ടിപ്പടുത്തത്. 27 വർഷത്തെ കഠിനാധ്വാനമാണ് ഇന്ന് താരത്തിന് ലഭിച്ചിരിക്കുന്ന സ്റ്റാർഡം. ബാല സംവിധാനം ചെയ്ത വണങ്കാൻ എന്ന സിനിമയിൽ നിന്നും സൂര്യ പിന്മാറിയത് വലിയ വാർത്തയായിരുന്നു. 40 ദിവസം നീണ്ടുനിന്ന ചിത്രീകരണത്തിനൊടുവിലാണ് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ സൂര്യ ഈ പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ചത്. ബാലയുമായി ഒരു തരത്തിലും ഒത്തുപോകാൻ സാധിക്കാതെ വന്നതാണ് സൂര്യ പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ കാരണം. എന്നാൽ സെറ്റിൽ വെച്ച് സൂര്യയെ ബാല തല്ലിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വാർത്തകൾ വന്നിരുന്നു. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ബാലു എന്ന മാധ്യമപ്രവർത്തകന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. തന്റെ സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ വലിപ്പ ചെറുപ്പം നോക്കാതെ ഇടപഴകുന്ന സംവിധായകനാണ് ബാല. തല്ലിപ്പഴിപ്പിച്ചാണെങ്കിലും അഭിനേതാക്കളിൽ നിന്നും വേണ്ടത് ഊറിയെടുക്കുക എന്ന ശൈലിയാണ് ബാല പലപ്പോഴും സ്വീകരിക്കാറ്. സൂര്യയോടും ഇതേ സമീപനം തന്നെയാണ് സംവിധായകൻ സ്വീകരിച്ചതും. പിതാമഹന് ശേഷം ആദ്യമായി ബാലയും സൂര്യയും ഒന്നിക്കുന്നു എന്നതായിരുന്നു വണങ്കാന്റെ പ്രത്യേകത. എന്നാൽ ഇപ്പോൾ സൂപ്പർ താരമായി നിൽക്കുന്ന സൂര്യയെ അല്ല ബാല കണ്ടത്. നന്ദയിൽ അഭിനയിച്ചിരുന്ന അതേ സൂര്യ എന്ന രീതിയിലാണ് ബാല ചിത്രീകരണത്തിൽ സൂര്യയോട് ഇടപെട്ടത്. ഷൂട്ടിംഗ് ആരംഭിച്ച അന്നു മുതൽ ഓടാനും ചാടാനും പറയുന്നു. വെയിലത്ത് നിർത്തിയാണ് ഭൂരിഭാഗവും ചിത്രീകരണം. എന്നാൽ എന്താണ് കഥയെന്ന് മാത്രം പറയുന്നില്ല. ഒടുക്കം സൂര്യ നേരിട്ട് ചോദിച്ചു, എന്താണ് സാർ ഇതിൻ്റെ കഥ? ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ കൂടിയാകും അത് സൂര്യ ചോദിച്ചത്. ഇത് ബാല ഒരു അപമാനമായി എടുത്തു. പിറ്റേ ദിവസം മുതൽ രംഗം കടുത്തു. ബീച്ചിൽ പൊരി വെയിലത്തിൽ മണിക്കൂറുകൾ സൂര്യ ബാല ചെരുപ്പിടാതെ നടത്തിച്ചു. നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിച്ചു. പോസ്റ്റ് പ്രൊഡക്ഷനും മറ്റുമായി ഏകദേശം 40 ദിവസത്തോളം ചിത്രീകരണം പൂർത്തിയായിരുന്നു. കോടികൾ സൂര്യയ്ക്ക് ചിലവാകുകയും ചെയ്തു. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായതോടെ വണങ്കാനുമായി മുന്നോട്ട് പോകണ്ടെന്ന തീരുമാനത്തിൽ സൂര്യ എത്തി. എന്തായാലും സൂര്യ പിന്മാറിയ പടം ഏറെ കഷ്ടപ്പെട്ടാണ് വീണ്ടും ബാല അരുൺ വിജയ് വെച്ച് എടുത്തത്. കരിയറിൽ വലിയൊരു ബ്രേക്ക് ആഗ്രഹിക്കുന്ന അരുൺ എന്ത് കഷ്ടപ്പാട് സഹിച്ചും ബാലയുടെ ചിത്രത്തിലെ വേഷം ചെയ്യാൻ തയ്യാറായിരുന്നുവെന്നും ബാല പറയുന്നു. സൂര്യയെ ബാല തല്ലി എന്നത് വെറും കെട്ടുകഥ മാത്രമാണെന്ന് നിർമ്മാതാവ് സുരേഷ് കാമാക്ഷി പറഞ്ഞു. തല്ലുണ്ടാക്കേണ്ട സാഹചര്യമില്ല, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന അവസ്ഥയായിരുന്നു സൂര്യയ്ക്ക്. കാരണം ബാലസാറിൽ നിന്നും പേടിച്ചോടുന്ന ഒരു അരുൺ വിജയ് ഞാൻ നേരിട്ട് കണ്ടതാണ്. ബാലസാറിനും സൂര്യയ്ക്കും ഇടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടുപേരും ആ ഒരു ബഹുമാനം പരസ്പരം വച്ച് പുലർത്തുന്നുമുണ്ട്. സൂര്യ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാർഡം വെച്ച് ചെയ്യാൻ മറ്റാരും പറ്റുമായിരുന്ന സിനിമ അല്ല വണങ്കാൻ. അങ്ങനെ ഒരു കഥ ഈ സാഹചര്യത്തിൽ സൂര്യയ്ക്ക് ചേരുന്നതല്ല. എന്നാൽ കഥ മാറാൻ ബാലസാറും തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്നും സുരേഷ് പറഞ്ഞു. സൂര്യ പിന്മാറിയതോടെ ബാലയുടെ ബി സ്റ്റുഡിയോസും സുരേഷ് കാമാക്ഷിയുടെ വി ഹൗസും പ്രൊഡക്ഷൻസും ചേർന്നാണ് വണങ്കാൻ നിർമ്മിച്ചിരിക്കുന്നത്. 18 വർഷത്തിന് ശേഷം സൂര്യയും സംവിധായകൻ ബാലയും ഒന്നിക്കുന്ന ചിത്രത്തിനാണ് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടായത്. പിതാമഹനിലാണ് ഇരുവരും അവസാനം ഒന്നിച്ചത്. സൂര്യയ്ക്കൊപ്പം മലയാളി താരം മമത ബൈജുവും സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. കൃതി ഷെട്ടിയായിരുന്നു നായിക. എന്നാൽ സൂര്യയും അവരുടെ നിർമ്മാണ കമ്പനിയും പിന്മാറിയതോടെ മമതയും കൃതിയും പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ചു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.